ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. സോ നമ്മൾ ഇന്ന് എടത്തോപ്പള്ളി വരെ പോകട്ടോ, കാരണം അവിടെ വിശുദ്ധ ഗീവർഗീസിന്റെ പെരുന്നാൾ നടക്കുക. അപ്പോൾ എടത്തോക്കാരാണെങ്കിലും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണേ. അങ്ങനെ നമ്മളിത് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലോട്ട് കയറോട്ടോ. എനിക്ക് ഈ വഴി പോകാൻ ഏറ്റവും ഇഷ്ടം എന്ന് വെച്ചാൽ ഈ റോഡ് സൈഡിൽ ഓരോ വ്യൂസ് ആണ്. ഫാരി ഫീൽഡ്സ്, റിവേഴ്സ്, കനാൽസ് ആൻഡ് ഓൾ, അതൊക്കെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതാണ് കേട്ടോ ഗൈസ് കിഴങ്ങറ പാലം. പണ്ട് ഈ പാലം ഭയങ്കര കുഞ്ഞിതായിരുന്നു. ഈ പാലം കയറി ചെന്ന് നേരെ ലെഫ്റ്റ് എടുത്താൽ നമുക്ക് എടത്തോയിലോട്ടുള്ള വഴിയാണ്. അങ്ങനെ എടത്തോ റൂട്ട് കൂടെ പൊക്കോണ്ടിരിക്കുമ്പോൾ അപ്പനോട് ചോദിച്ചു, മുനി ഒരു ചായ കുടിച്ചല്ലോ. പിന്നെ എന്താ കുടിച്ചേക്കെന്ന് പറഞ്ഞാൽ ചായ സ്പോട്ടി വണ്ടി നിർത്തി. ആ ചായക്കടയിലാണെങ്കിൽ നമ്മൾ കേട്ടിട്ട് പോലില്ലാത്ത പലതരത്തിലുള്ള സ്നാക്സ് ഉണ്ടായിരുന്നു. കുടിക്കാൻ ഒരു നോർമൽ ടീ ചോദിച്ചപ്പോൾ ചേട്ടൻ പറയാ ഏത് ചായ വേണമെന്ന് നോക്കി ഓർഡർ ചെയ്തോളാണ്. കാരണം അവിടെ 50 ടൈപ്സ് ഓഫ് ചായ ആൻഡ് 19 ടൈപ്സ് ഓഫ് കോഫീസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ബ്രെഡ് പോക്കറ്റ് ഒരു മസാല ചായ ഓർഡർ ചെയ്തു. ഇറ്റ് വാസ് സോ സൂപ്പർ. ഈ സ്പോട്ടിന്റെ പേരെന്താണെന്ന് വെച്ചാൽ ചായ ദുക്കാൻ, മലയാളത്തിൽ ചായക്കട. അപ്പോൾ ഇതിലെ പോകുന്ന ഒരു മസ്റ്റായിട്ട് ഇവിടെ കയറണം. വളരെ നല്ല എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നല്ല ഫ്രഷ് ആയിട്ട് നമ്മൾ നമ്മുടെ യാത്ര വീണ്ടും തുടങ്ങി. അവസാനം നമ്മളിത് എടത്തു എത്തി ഗായ്സ്. ഇവിടെ നല്ല തിരക്കാരെന്ന് കാരണം നമ്മൾ വണ്ടി നേരെ കോളേജിന്റെ ഗ്രൗണ്ടിൽ കൊണ്ട് പാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ നമ്മൾ നേരെ നടന്നാണ് പള്ളിയിലോട്ട് പോകുന്നത്. ഇതാണ് ഗായ്സ് ചരിത്ര പ്രസിദ്ധമായ നമ്മുടെ എടത്വ പള്ളി. അങ്ങനെ പള്ളിയിൽ വന്ന ഉടനെ തിരിയൊക്കെ കത്തിച്ചതിന് ശേഷം നമ്മളിത് പുണ്യാളിനെ കാണാൻ വേണ്ടി ലൈൻ നിൽക്കുക. അങ്ങനെ നീണ്ട നേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മളിത് പുണ്യാളിനെ കണ്ടു ഗായ്സ്. അവിടെ നേർച്ചയൊക്കെ മേടിച്ച് പുറത്തിറങ്ങിയ ശേഷം നമ്മൾ പള്ളിയിൽ കയറി നിന്ന് പ്രാർത്ഥിച്ചു. ഇനിയുള്ള മെയിൻ കലാപരിപാടി എന്താണെന്ന് വെച്ചാൽ കടകൾ വഴി ഓടി നടക്കുക എന്നതാണ്. അങ്ങനെ അമ്മ അനിയത്തിയും കൂടി ഷോപ്പിംഗ് തുടങ്ങി. ഈ കാണുന്ന ആർക്കെങ്കിലും മേടിച്ചു കൊടുക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എന്നെ ചെയ്യാൻ നമ്മൾ സിംഗിൾ ആയി പോയില്ലേ. അവിടെ എന്നിട്ടാണ് എനിക്ക് ചൂടെടുത്തിട്ട് രക്ഷയില്ല. അത് കാരണം ഞാൻ പിന്നെ കുറച്ചേരം മാറി നിന്ന്. അങ്ങനെ മാറി നിന്ന് പ്ലേ ചെറുക്കനെ ഇവിടെ നിന്ന് കുലുക്കി ശ്രമത്ത് അടിക്കുന്നുണ്ട്. എന്ത് അടിപൊളിയായിട്ടാണ് ചെയ്യുന്നതല്ലേ. അതൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ അമ്മ എനിക്ക് വേണ്ടി ഒരു ബാസ്ക്കറ്റ് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി. അങ്ങനെ ആ സന്തോഷത്തിൽ ഞങ്ങൾ വീട്ടിലോട്ട് പോവാം. നമുക്ക് അടുത്ത വ്ലോഗിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.